ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു ക്രിസ്പി ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ഉഴുന്നുവട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഉഴുന്ന് ഞാൻ 3 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നീക്കിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്പി ടെക്സ്ചർ കിട്ടില്ല നമുക്ക്. അപ്പോൾ ഞാൻ ഉഴുന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഒരു അല്പം ഉഴുന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം. അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വേണ്ടത് കുരുമുളക് വേണം, നമ്മൾ ചതച്ചെടുത്തത്. പിന്നെ ഒരു മീഡിയം സവാള, ഒരു 2-3 പച്ചമുളകും, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുത്ത ഉഴുന്നിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു ഒരു തരി നമ്മുടെ കായത്തിൻ്റെ പൊടി വളരെ കുറച്ചിട്ട് ഒരു കുറച്ച് മാത്രം ഇടാൻ പാടുള്ളൂ. കായത്തിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഓരോന്നും നമുക്ക് ഉഴുന്നുവടയുടെ രൂപത്തിലാക്കി നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ ഒരല്പം വെള്ളം തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഓയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തടവണത്. അങ്ങനെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ വെള്ളം കൂടാണ്ട് പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടില്ല. അതുപോലെ തന്നെ കുരുമുളക് നമ്മൾ പരമാവധി ചതച്ച് തന്നെ ഇടണം. മുഴുവനോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് കുരുമുളക് ഓയിലിൽ കിടന്നിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ ഉഴുന്നുവടയൊക്കെ റെഡിയായി വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. Keep watching my channel. Thank you.